ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്നൊരു കുട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ക്യാപ്സിക്കാണ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനെയൊന്ന് നമുക്ക് തോരൻ വെക്കാം. അത് നിങ്ങളെന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്യാപ്സിക്കത്തെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ടല്ലോ, അതിനെ ഒന്ന് കിള്ളി കളഞ്ഞേക്കണം. പോരാത്തതിന് അതിൻ്റെ അകത്ത് കുറച്ച് അരിയൊക്കെ ഉണ്ടല്ലോ, നല്ല മൂത്ത അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പാകി മുളപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തോളുക. എന്നിട്ട് നന്നായിട്ട് കൊത്തി എരിഞ്ഞെടുക്കണം. തീർത്ത് കുനുകുനാന്ന് വേണ്ട, ഒരു ഏകദേശം ടൈപ്പിൽ ഒന്ന് കുത്തി എരിഞ്ഞെടുത്തോളുക കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ക്യാപ്സിക്കത്തെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതിയാവും, ഇല്ലെങ്കിലുണ്ടല്ലോ വെന്ത് വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മളൊരു കുട്ടി സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഈ സവോളയെ നമുക്കൊന്ന് കൊത്തി എരിഞ്ഞെടുക്കാം കേട്ടോ. നന്നായിട്ട് കുനുകുനാന്നൊന്ന് കൊത്തി എരിഞ്ഞെടുക്കാം. അതായത് നമ്മുടെ അരിഞ്ഞിരിക്കുന്ന പച്ചക്കറി ഏതാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ വേണം നമ്മൾ സവോള അരിയുമ്പോഴും എടുക്കാനായിട്ട്. അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, കാണുമ്പോൾ നമ്മൾ അരിയുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അത്ര തന്നെ കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 മുളകാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കത്തിന് ശരിക്കും പറഞ്ഞാൽ ഒട്ടും എരിവില്ല, ഒരു ചെറിയൊരു ചവർപ്പ്, ഒരു പുളി പോലെയും അതുപോലെ ഒരു മധുരം പോലെയാണ്. അതുകൊണ്ടാണ് 2 മുളകും കൂടെ ഇട്ടേക്കാന്ന് വെച്ചത് കേട്ടോ. അങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ആയതുകൊണ്ട് ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തത്. ഇനി സ്വല്പം തേങ്ങയും കൂടെ വേണം. ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങ നമ്മൾ പ്രത്യേകിച്ച് അരച്ചെടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, ഞാൻ ഒതുക്കിയിടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചീഞ്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മൾ സ്വല്പം കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമുളക്, തേങ്ങ, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. സാധാരണ രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ തേങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ, അത് എന്ത് തോരൻ വെച്ചാലും ഇതുപോലെ ചെയ്യുന്നത് കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ തേങ്ങയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കത്തെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തോളുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തേച്ചത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത് കുറച്ച് എണ്ണയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇനി സ്വല്പം ഉപ്പും കൂടെ വേണം, ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം ഉപ്പ്, അത്രയേ ഉള്ളൂ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് തട്ടിപ്പൂത്തി നമുക്കൊരു 5 മിനിറ്റ് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കാം. അതൊരു ലോ ഫ്ലെയിമിൽ മതിയാവും കേട്ടോ. അപ്പം നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേവ് ഇപ്പോൾ ഏകദേശം മുക്കാലും തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി തിരി കൂട്ടി വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ചുകൂടെ കൂടുതലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയുടെ സ്വാദൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഒതുക്കി വേണേലും അല്ലാതെ വേണേലും ഇടാം, അരച്ച് നമ്മൾ ചേർക്കാറില്ലേ, അങ്ങനെ വേണേലും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും എല്ലാം ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.